ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കൂമ്പ് തോരനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആ കൂമ്പ് എടുത്തതിന് ശേഷം ദാണ്ട് ഇതുപോലെ നമുക്ക് ആ മുകളിലത്തെ പാളയെല്ലാം ഇതുപോലെ അങ്ങ് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ പൂവൊക്കെ നമുക്ക് അരിഞ്ഞ് ചേർക്കാം. അതിനകത്തുള്ള ആ ഒരു ചെറിയ ഇത്തിരി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടുള്ള ഒരു ചെറിയ സാധനമോ അല്ലാതെ ഒരു ചെറിയ കമ്പ് കണക്കുള്ള ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കതെടുക്കാം. അപ്പോൾ ഞാൻ കൂമ്പിൻ്റെ ഒരു 3-4 പാള ഇതുപോലൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂമ്പ് ഇതാ റെഡിയാക്കി എടുത്ത് ഇതുപോലെ കണ്ടില്ലേ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ഇരിക്കുന്നതും അതിനകത്തൊരു തണ്ട് കണക്കൊരു ഭാഗമുണ്ട്, ഇച്ചിരി കട്ടിക്കിരിക്കും. അതും കൂടെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ പൂവെല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് തോരനെടുക്കാം. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തത്. പക്ഷേ വീഡിയോ മൊബൈലിലല്ല എടുക്കുന്നത്, എങ്ങനെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങുക ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് കാണാത്തത്. അപ്പോൾ ഇതുപോലെ പൂവെല്ലാം ഒന്ന് വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. എല്ലാത്തിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തുള്ള ഭാഗവും ആ തണ്ടുമൊക്കെ നീക്കം ചെയ്ത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കണ്ടോ, ഇതാണ് അതിൻ്റെ വേസ്റ്റായിട്ടുള്ള ഭാഗം. അതെല്ലാം ആ പൂവിനകത്തുനിന്ന് മാറ്റിയെടുത്ത്, പൂ നമുക്ക് കളയണ്ട. ഒത്തിരി പന്നലായിട്ടുള്ള പൂ ഉണ്ടെങ്കിൽ മാറ്റാം, മീതമുള്ളത് ബാക്കി എല്ലാ പൂവും എടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് പച്ചവെള്ളം എടുത്തു, അതിലേക്ക് ഒരു 1.5 സ്പൂണ് തൈരെടുത്ത് അതിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ഞാൻ ഈ കൂമ്പ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കറുത്ത് പോകത്തില്ല. അതുപോലെ തന്നെ ചെറിയ കയ്പ്പ് രസമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും. അല്ലാതെ നമുക്ക് കൊത്തി അരിഞ്ഞിട്ട് കയ്യിൽ വെളിച്ചെണ്ണ തൂത്ത് നമുക്കിതിൻ്റെ കറ കളയാൻ പറ്റും. ഇങ്ങനെയും ചെയ്യാം, എങ്ങനെയാണോ അത് ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമുക്ക് എല്ലാം ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഈ വെള്ളത്തിൽ ഇടാം. അപ്പോൾ കറുത്ത് പോകാതെ കിട്ടും നമുക്ക്. അപ്പോൾ എനിക്കിങ്ങനെ കയ്യെ വെച്ച് അരിയുന്നത്, നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുന്നേക്കാളൊക്കെ എനിക്ക് എളുപ്പം ഇതാണ്. കയ്യിൽ വെച്ച് അങ്ങനെ ശീലിച്ചുണ്ടാവാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അരിയുന്നത്. പിന്നെ ഓരോരുത്തരെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനെല്ലാം ദാണ്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നടുക്ക് കുറച്ച് ഭാഗം കഴിയുമ്പോൾ ഇതിനകത്തുള്ള തണ്ട് കാണാം. അപ്പോൾ അത് കൊത്തി അരിയരുത്, നോക്കി സൈഡ് ഭാഗം മാത്രം അരിഞ്ഞെടുക്കണം. ഇതറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ബാക്കിയുള്ളവർക്ക്, പാചകം ചെയ്യുന്നവർക്കെല്ലാം ഇതറിയാം. ഇപ്പം ഇപ്പോഴത്തെ പുതിയ മക്കൾക്കൊന്നും ഇതൊന്നും വലിയതായിട്ട് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പണ്ടൊക്കെ അയ്യത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ്, ഇപ്പോഴാണ് എല്ലാം പൈസ കൊടുത്ത് മേടിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരപ്പ് തയ്യാറാക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക്, ആവശ്യത്തിനുള്ള ജീരകം, ഒരു 3-4 വെളുത്തുള്ളി അല്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക. ഒത്തിരി തേങ്ങ അരഞ്ഞു പോകരുത്. അപ്പോൾ ഞാനൊന്ന് ചതച്ച് മാറ്റി വെച്ചു. ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ 2-2.5 സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കിനും ഒരു ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തു. അതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഉഴുന്ന് പരിപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് ചേർക്കണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചെറുപയറിട്ടുണ്ടാക്കുന്നവരുണ്ട്, ചെറുപയർ പുഴുങ്ങിയിടുന്നവരുണ്ട്, പരിപ്പ് പുഴുങ്ങിയിടുന്നവരുണ്ട്. ഞാൻ വൻപയറില്ല ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അവരവരുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അവരവരുടെ രുചിക്കനുസരിച്ച് ഇതെല്ലാം മാറ്റം വരുത്തുക. അപ്പോൾ നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്തതിന് ശേഷം ഞാനിവിടെ ഒരു 5-6 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചുമന്നുള്ളിക്ക് ഒരു പ്രത്യേക രുചിയാണ് കറിക്കൊക്കെ. അപ്പോൾ ഇതില്ലാത്തവർ സവാള കൊത്തി അരിഞ്ഞ് ചേർത്താലും മതി. അപ്പോൾ ചുമന്നുള്ളിയായിട്ട് കൊടുത്തേക്കുന്നത്. ആ ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വരാനായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പ് നല്ലപോലെ 2-3 വെള്ളം ഒന്ന് കഴുകി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് തത്തിപ്പൊത്തി വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. കുറച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി വന്നതിന് ശേഷം ഞാനിപ്പോൾ അടപ്പ് തുറന്നു. ഇപ്പോൾ ഒന്ന് നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അരഞ്ഞു പോവുകയേ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. അരകല്ലാണെങ്കിൽ ഒന്ന് ഒതുക്കിയെടുക്കുക. നമ്മൾ ഇതിലാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കിറന്നുള്ള ഒരു കറക്ക് മാത്രം മതി. അപ്പോഴത്തേക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടും. ഒരുപാട് അരഞ്ഞാൽ കൊള്ളത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം മുളകൊക്കെ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കത്തില്ല, ആ രീതിയിലായിരിക്കണം. ഇപ്പോൾ വീണ്ടും ഞാനതൊന്ന് ഇതുപോലെ കൂട്ടി ചേർത്ത് ഒന്ന്
പൊത്തി വയ്ക്കുക. ഇനി ഞാൻ കുറച്ച് പയർ ഇവിടെ പുഴുങ്ങി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, വൻപയർ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് നമുക്ക് പൊത്തി ചേർത്ത് വെച്ച് ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ആവിതാ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കാതെ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഇളക്കി നല്ലപോലെ ഒന്ന് കുഴകുഴാന്നില്ലാതെ നല്ലതുപോലെ ഒന്ന് തുറന്ന് തോരനൊക്കെ നല്ല ഒന്നുകൂടെ ഒന്ന് ഒട്ടാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഇനി അടച്ച് വെക്കണ്ട. ഇപ്പം നല്ലതുപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അടി പിടിക്കാതെ തീ കുറച്ച് വെച്ചെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ്. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. ഈ കിഡ്നി സ്റ്റോൺ അങ്ങനെയുള്ള അസുഖമുള്ളവർക്കൊക്കെ ഈ വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ 1, 2, 3 ദിവസമൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കിട്ടുമ്പോൾ മേടിച്ച് കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചു. എന്തായാലും ഇപ്പോൾ നമ്മുടെ കൂമ്പും വൻപയറുമുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത്തിരി മോര് കാച്ചിയതോ പപ്പടം വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് ധാരാളം മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.